നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്ക് നേരെ പാലക്കാട്ടേക്ക് പോവാം. ഇതോടുകൂടി കഴിയാണല്ലോ, ഇന്ന് കഴിഞ്ഞല്ലേ? കലാശക്കൊട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ ചേർന്ന്. എന്തൊരു ആളും ബഹളാണല്ലേ, ഇത്രയും ആളുകൾ ഇത് ഇവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഒരു അത്ഭുതമായ കാര്യം തന്നെയാണ്. ജനത്തിന് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞൊരു ഉത്സവമാണ്. സത്യമാണ്, ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നാണല്ലോ പറയുന്നത്. ഉത്സവം തന്നെയാണ്, ഭയങ്കര സംഭവമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫലത്തിന് വേണ്ടി കാത്തിരിക്കാം 23-ാം തീയതി. പക്ഷേ ഞാനൊരു കാര്യം പറയണത്, ഈ മൊത്തം ട്രെൻഡ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ UDF അനുകൂലമായിരുന്നു എക്കാലത്ത്. അത് സത്യമാണ്. നമ്മുടെ ചർച്ചകളൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതിനൊരു മാറ്റവും വന്നില്ല. ഇത് മാത്രമല്ല, ഏറ്റവും UDF ഭയപ്പെട്ടിരുന്ന ചേലക്കര ഏതാണ്ട് ഉറപ്പായി. ഭൂരിപക്ഷം അല്പം കുറഞ്ഞാലും ജയിക്കും ഏതാണ്ട്. അത് 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് CPM പോലും 10,000 വോട്ട് ഇപ്പോൾ പറയുന്നുള്ളൂ. അത്രയുള്ളൂ. ഞാൻ സ്വയം തന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. സത്യത്തിനാണ് ചുമതല. അവരൊക്കെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അല്ല, നിങ്ങളത് പറഞ്ഞ മാതിരി വളരെ അടുക്കും ചുറ്റോടെയും സജീന്ദ്രൻ മാസമായി വർക്ക് ചെയ്ത് അവിടെ പോയിട്ട് മുഴുവൻ ബൂത്തിനും പുള്ളി പോയി. മാത്രമല്ല, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഇത് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഈ എലക്ഷൻ എഞ്ചിനീയറിംഗിൽ സതീശൻ മിടുക്കനാണ്. സതീശൻ ഈ സുരേന്ദ്രൻ്റെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സതീശിന് ഇലക്ഷൻ എഞ്ചിനീയറിംഗും കൃത്യം എഴുതി വെച്ച് കറക്റ്റ് ചെയ്ത് നീക്കം നടത്താൻ, മാത്രമല്ല കൃത്യമായ ആളെ ഏൽപ്പിക്കാനും അറിയാം. പലപ്പോഴും സംഭവിക്കാറില്ല കോൺഗ്രസിൽ ഈ ഏൽപ്പിക്കുന്നതിന് കുഴപ്പം കൊണ്ടായിരിക്കും പലപ്പോഴും. ആ കാര്യത്തിൽ സതീശന്റെ കോർഡിനേഷനെ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ഈ വലിയ വിജയം ഉണ്ടായതിന് അതൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്രീസിയേറ്റ്. പിന്നെ മാത്രമല്ല, ഈ പലരും പലതും പറയാറുണ്ടെങ്കിലും ഈ പല നേതാക്കന്മാരിപ്പം നമ്മുടെ സുധാകരൻ നോമിനിയായിട്ടൊരു ജയന്ത് പല കുറ്റം പറഞ്ഞിട്ട്, പക്ഷേ ഇവരൊക്കെ ഭയങ്കര ആത്മാർത്ഥതയുള്ള, അത്യാവശ്യം പണിയറിയാവുന്ന ആളുകൾ. കോൺഗ്രസ് എല്ലാവർക്കും പണിയൊക്കെ അറിയാം. കാരണം ഇത്രയും വർഷം BJP അല്ലല്ലോ, CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇത്രയും വർഷം കൊണ്ട് എത്രയോ തെരഞ്ഞെടുപ്പുകൾ നേരിട്ടുള്ളതാണ്. അവർക്കത് അറിയാം. പലപ്പോഴും എൻ്റെ ഒരു സുഹൃത്തിരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ കോൺഗ്രസ് വിട്ട് BJP ചേർന്ന ആൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഈ അവിടെ BJP ചെന്നപ്പോഴേ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. ഇവർക്ക് പഴയ കോൺഗ്രസിൻ്റെ ആ ഒരു രീതികളുണ്ടല്ലോ. ഈ BJPയുടെ ഒരു കുഴപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കോൺഗ്രസ് ഒരുപാട് ഗ്രൂപ്പും തമ്മിൽ തെളിച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവന്മാരെല്ലാം ഈ അടിച്ച് പിടിച്ച് മേളിൽ കയറിയവന്മാരാണ്. പണിയറിയാം. എന്ന് മാത്രമല്ല, ഒരുത്തനെ ചവിട്ടി താഴെ ഇട്ടാലും നാളെ നിനക്കിട്ട് ചവിട്ടാവിടാന്ന് ആത്മവിശ്വാസത്തോടെ തന്ത്രം പഠിക്കാൻ കോൺഗ്രസ് അറിയാം. പക്ഷേ BJPയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോക്കസിൻ്റെ കൈകളില്ല. അല്ല, അതാണ് പ്രവർത്തിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാം. ആ കോക്കസിൻ്റെ കൈ നിൽക്കുന്ന അവസ്ഥ. അപ്പം പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എനിക്ക് വളരെ അത്ഭുതം തോന്നിയത് കോൺഗ്രസിൻ്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് പൂർണ്ണമായും പാളിപ്പോയി എന്ന് പറയുന്നത്. ഞാൻ ഇല്ലായിരുന്നല്ലോ ഓഫീസിൽ, അന്ന് അവധിയായിരുന്നല്ലോ. അപ്പോൾ ഞാൻ നെടുമങ്ങാട്ട് എൻ്റെ പുതുക്കുളങ്ങര എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു പോസ്റ്റ് മാറ്റുന്ന കാര്യത്തിൽ ഇലക്ട്രിസിറ്റി ഓഫീസ് നിൽക്കുമ്പോഴാണ് അവിടുത്തെ TV ബ്രേക്കാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ വാര്യർ മാറുമെന്ന്, കോൺഗ്രസ് ചേരുമെന്ന്. അല്ല, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കോൺഗ്രസ് ചേരുമെന്ന് തന്നെ അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വാര്യരുമായി തരക്കേടില്ലാത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പം ഞാൻ വാര്യരോട് പറഞ്ഞത്, വാര്യരെ നിങ്ങൾ BJP ആണ് നിങ്ങൾക്ക് പറ്റിയ രാഷ്ട്രീയ പാർട്ടി. നിങ്ങൾക്ക് എത്ര ചവിട്ട് കിട്ടിയാലും എത്ര ഇടി കിട്ടിയാലും അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നിങ്ങളുടെ സമയം തെളിയും. അവിടെ ബേസ് ഉണ്ടല്ലോ, ബേസ് അവിടെ ഒരു ബേസ് ഉണ്ട്, ചവിട്ടി വാര്യരെ ചവിട്ടി താഴെ കളയാനായിട്ട് സുരേന്ദ്രനും സംഘവും ശ്രമിക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. ഇത്തവണ ഇച്ചിരി അതൃപ്തി പുറത്ത് കാണിച്ചതോടുകൂടി ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ വാര്യർ ഒരുപക്ഷെ പുറത്താക്കി ആരോ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. വെട്ടിക്കൊലപ്പെടുത്താൻ തീരുമാനിച്ചു, ആത്മഹത്യ എന്ന് പറഞ്ഞു. അതൊരു പോയിന്റായിട്ട് വന്നിരുന്നു. എന്നിരുന്നാലും വാര്യർ വളരെ ബുദ്ധിമാനും തന്ത്രജ്ഞനുമായതുകൊണ്ടാണ് വാര്യർ ഇപ്പോൾ ഈ അവസരം, ഈ ഇലക്ഷൻ സമയത്തുള്ള ഓരോ വോട്ടിനും പ്രസക്തമായിരിക്കുന്ന സമയത്ത് വാര്യർ ഈ പണിക്ക് ഇറങ്ങിയത്. അപ്പോൾ പണ്ടത്തെ പോലൊരു ചമ്മലിൻ്റെ പ്രശ്നം, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി വിട്ടു പോകാൻ ചമ്മല്, ഒരു പാർട്ടിക്കാരൻ മറ്റൊരു പാർട്ടിക്കാരനെ സ്വീകരിക്കാൻ ചമ്മൽ, ഇതൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് നമ്മൾ വടക്കേന്ത്യൻ രാഷ്ട്രീയം പറയുമായിരുന്നില്ല, ആയാറാം കയ്യാറാൻ രാഷ്ട്രീയം. അന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനപ്പെട്ട ആരും തന്നെ പാർട്ടി പരിപാടിയില്ല, ഒരിക്കലും പോകത്തില്ല. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിട്ടാലും വിമതരായിട്ട് നിൽക്കും. അത്രേ ഉള്ളൂ. പിന്നെ തിരിച്ചു വരും കഴിയുമ്പോൾ പാർട്ടി. 1987 തോന്നുന്നു, കാഞ്ഞിരപ്പള്ളി ഇലക്ഷൻ സമയത്ത്, കാഞ്ഞിരപ്പള്ളിയിൽ അന്ന് അൽഫോൺസ് കണ്ണന്താനം IAS വിട്ടിട്ട് അവിടെ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. അവിടെ തോമസ് കല്ലമ്പള്ളി കേരള കോൺഗ്രസിൻ്റെ UDF സ്ഥാനാർത്ഥി, അവിടെ ജോർജ് ജെ മാത്യു അവിടെ വിമതനായിട്ട്, വലിയ കുടുംബത്തിലെത്തപ്പെട്ട ആളല്ലേ, വലിയ പൊട്ടംകുളം എന്ന് പറയുന്ന വലിയ, അവിടെ പൊട്ടംകുളം, കൊല്ലംകുളം, കരിപ്പാപ്പറമ്പിൽ
ആനത്താനം, കരിക്കാട്ടുപറമ്പിൽ എന്നൊക്കെ പറയുന്ന കുറേ വലിയ കുടുംബങ്ങൾ, വലിയ സമ്പന്ന കുടുംബങ്ങളാണ്. വലിയ സമ്പന്ന കുടുംബങ്ങൾ, അവരാണ് ഈ പഴയ കാഞ്ഞിരപ്പള്ളിക്കാർ. ഒരുപാട് കുടുംബങ്ങൾ. അത് നമ്മൾ അത്ര ഒരു കുടുംബത്തെ കഴിഞ്ഞ് 2-3 കൊല്ലം മുമ്പ് വെടിവെപ്പുണ്ടായത്, ഇവരെല്ലാം കണക്റ്റഡ്. അപ്പം ജോർജ് മാത്യു പക്ഷെ അന്ന് വിമതനായിട്ട് നിന്നിട്ട് രണ്ടാമതെത്തി. അതായത് UDF സ്ഥാനാർത്ഥി തോമസ് കല്ലമ്പള്ളി മൂന്നാമതായിപ്പോയി. അത്ര അങ്ങനെയാണ് അയാൾ ജയിക്കുന്നത്. കണ്ണന്താനമാണോ KJ തോമസ് ആണോ ആ വർഷം? എനിക്ക് സംശയം. KJ തോമസ് ആണ് ഒരു വർഷം. KJ തോമസ് ആണ്. പിന്നീട് അന്ന് അദ്ദേഹം സിവിൽ സർവീസിലുണ്ട്. ഉണ്ട്. KJ തോമസ്. അങ്ങനെയാണ് KJ തോമസ് MLA ആകാൻ പറ്റിയത്. ദേശാഭിമാനിയുടെ ജനറൽമാരാണ്. ഇപ്പൊ ജനറൽമാരാ ആണെന്ന് തോന്നുന്നത്. പിന്നെ EP ജയരാജന് പകരം കോട്ടയത്ത് വലിയ പ്രബലനായ നേതാവാണ് അദ്ദേഹം. കോട്ടയത്ത് മുണ്ടക്കൻകാരനാണ്. ഈ കാഞ്ഞിരപ്പള്ളിയിലെ ആ ഒരു MLA ആകാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളൂ. വൈക്കം വിശ്വനും അതുപോലെ തന്നെ ഒരു തവണ വൈക്കത്തൊരു ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാനേ പറ്റിയിട്ടുള്ളൂ. വൈക്കത്തൊരു പറ്റിയിട്ടില്ല. ഇപ്പൊ പക്ഷെ സ്ഥിതി മാറി. VN വാസന്റെ കാലമായപ്പോഴത്തേക്കും കോട്ടയത്ത് പണ്ട് TK രാമകൃഷ്ണന് പോലും കോട്ടയത്തൊക്കെ ഭാഗ്യം കൊണ്ട് ജയിച്ചു വന്നുകൊണ്ടിരുന്നതാണ്. കോട്ടയത്തിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്. ആ കാലം മാറി. എനിവേ, നമ്മുടെ വിഷയമല്ലല്ലോ. അപ്പം ഇവിടെ എനിക്കറിയാമായിരുന്നു. കാരണം അയാളോട് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നിങ്ങൾക്ക് BJP ആണ് നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങൾ കാത്തിരിക്കുക. ഇപ്പം സുരേന്ദ്രനും ആ ഒരു സംഘവും ഇപ്പം BJPയിലെ സ്വാധീനത്തിന് കോട്ടം തട്ടാത്ത ഒരേ ഒരു നേതാവ് മുരളീധരൻ മാത്രമാണ്. ബാക്കി എല്ലാവർക്കും കാലാകാലങ്ങളിൽ കോട്ടം തട്ടും. അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ അത്രയും പിടിയുണ്ടെന്ന് തോന്നുന്നു. അതെ, അദ്ദേഹം ABVPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഈ സമയത്താണ് ഈ പറയുന്ന RSSന്റെ ഇപ്പോഴത്തെ ഹൊസബള്ള അടക്കമുള്ള പല നേതാക്കളും അദ്ദേഹത്തെ ബന്ധമുണ്ട്. മാത്രമല്ല BL സന്തോഷിൻ്റെ സംഘടന ജനറൽ സെക്രട്ടറി. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല, മോദിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സമകാലികൻ അല്ല, എനിക്കൊന്ന് അതിനേക്കാൾ സീനിയർ ആയിരിക്കും. പക്ഷേ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം അവരെല്ലാവരും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു ബന്ധമുണ്ട്. പിന്നെ മാത്രമല്ല, ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. രാഷ്ട്രീയ തന്ത്രവും നീക്കങ്ങളും സൗമ്യമായ അളന്നു തൂക്കിയുള്ള ഇടപെടലും പെരുമാറ്റവും ഈ എല്ലാം ചാണക്യൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏക നേതാവ് അയാളാണ്. ഇദ്ദേഹം CPM-ലായിരുന്നു പണ്ട് മുഖ്യമന്ത്രി. കോൺഗ്രസ് CPM-ലായിരുന്നെങ്കിൽ മുരളീധരൻ പണ്ട് മുഖ്യമന്ത്രിയായിരുന്നു. ഞാൻ പറയാറുണ്ട് TN ജേക്കബ് കോൺഗ്രസിലോ CPM-ലായിരുന്നു മുഖ്യമന്ത്രി ആവുമായിരുന്നു. അല്ല, ഇത് തന്നെയാണ് മുരളീധരൻ്റെ അവസ്ഥ. അത്രയ്ക്കും പ്രഗത്ഭനായ മുരളീധരൻ, അത്രയ്ക്കും പ്രഗത്ഭനായ ഒരു നേതാവ്. അതുപോലെ തന്നെയാണ് BJPയുടെ ആളെ കൂടാൻ അവരാണ്. ഇതൊക്കെ അപ്പം ഈ ഒരു മുരളീധരനുമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല സന്ദീപിന്. അപ്പം ഞാൻ ചോദിച്ചു മുരളീധരനുമായിട്ട് എങ്ങനെയാണ്? വലിയ കുഴപ്പമില്ല. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും, മുരളീധരനുമായിട്ടാണ് പ്രശ്നമെങ്കിൽ വലിയ പാടായിരിക്കും, പിന്നെ തലവരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് അപ്പം ഇല്ല. അവസാനം ഇയാൾ പോകാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അഥവാ പോയേ മതിയൂ എന്ന് വാശിയെങ്കിൽ CPM-ൽ പോകരുത്. നിങ്ങൾക്ക് കോൺഗ്രസ് പോയാൽ നിങ്ങൾക്ക് മോദിയെ തള്ളി പറയുന്നതിൻ്റെ ഒരു വിശദീകരണം മാത്രം കൊടുത്താൽ മതി. നിങ്ങളിപ്പോൾ കോൺഗ്രസിലേക്ക് ചേർന്നാൽ മോദിയെ തള്ളി പറയാം, അതിനെ നിങ്ങൾ ന്യായീകരിക്കാൻ ഇച്ചിരി പാടുപെടും. പക്ഷെ നിങ്ങൾ CPM ചേർന്നാൽ ഈ പിണറായിയെ ന്യായീകരിക്കാനും നിങ്ങൾ അത് മോദിയെ തള്ളി പറഞ്ഞാൽ മാത്രമേ പിണറായിയെ ന്യായീകരിക്കുകയും ചെയ്യണം. ഒന്ന് അദ്ദേഹം മോദിയെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു, രണ്ട് പിണറായി ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. ഇത് രണ്ടും മോദിയെ തെറിയും പറയണം, പിണറായിയെ ന്യായീകരിക്കുകയും ചെയ്ത അവസ്ഥ ആത്മഹത്യ അവരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പോകുവാണെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും നല്ലത്. ഞാനാണ് അയാളെ ഉപദേശിച്ചത്. അപ്പോൾ എന്തായാലും അയാൾ കോൺഗ്രസ് ചേരാൻ തീരുമാനിച്ചു. അപ്പം ഇനീഷ്യലി ഞാനും കോൺഗ്രസ്സുകാരെ പോലെ തന്നെ കരുതിയൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. അങ്ങനെ ഞാൻ അന്നത്തെ ചർച്ചയിൽ അങ്ങനെയായിരുന്നു. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വല്ലാത്ത ഒരു ചലനം BJP കിടക്കുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തോക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പാലക്കാട്ടെ പകുതിയിലധികം BJPക്കാർ, പ്രത്യേകിച്ച് കൗൺസിലർമാർ. അവരുടെ ആ നഗരസഭ ആപ്പടെ ആദ്യം ഒത്തുകിട്ടിയ നഗരസഭ ഭരണമാണ്. ആ നഗരസഭയുടെ ഭരണം പോലെ സത്യം പറഞ്ഞാൽ നേരെ ചെയ്യില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഈ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, കൃഷ്ണകുമാറിനേക്കാൾ എതിർപ്പ് പാലക്കാട് BJPയിലെ പ്രവർത്തകർക്ക് നേതാക്കളും കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മിനിമോളാണ്. അപ്പോൾ അവരുടെ പിടിയിലാണ് ഈ പാലക്കാട് BJP എന്ന് പറയുന്നത്. അപ്പം ഈ കൊടുംപിടുത്തത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടില്ലെങ്കിൽ, ഇപ്പം ശിവരാജൻ എന്നൊക്കെ പറഞ്ഞ നേതാവ് ശിവരാമൻ അയാളുടെ മകളുടെ കല്യാണത്തിന് കണ്ടല്ലേ പോയിരുന്നത്. ഈ ഒരുമിച്ച് കൂടി കൈ കൊടുക്കുന്ന വിഷയം വന്നു. അല്ല, മറ്റേ നമ്മുടെ സരിൻ വന്നിട്ട് രാവിലെ ഈ ശിവരാമനൊക്കെ പൂർണ്ണമായും അതൃപ്തനാണ്. അതൃപ്തം എന്ന് പറഞ്ഞാൽ, അപ്പം ഇവരൊക്കെ ആത്മാർത്ഥമായിട്ട് കൃഷ്ണകുമാർ തോക്കണമെന്ന് ആഗ്രഹിച്ചു. കാരണം കൃഷ്ണകുമാർ ജയിച്ചാൽ
പിന്നെ ഇവരൊക്കെ തീർന്നു. ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ, കൃഷ്ണകുമാറിനേക്കാൾ എതിർപ്പ് മിനിമോളോടാണ്, ഭാര്യയോടാണ്. അതായത് അവർ ഭയങ്കര അഗ്രസീവാണ്. അപ്പം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാലക്കാട് നിലനിൽക്കുമ്പം ഒരു 10,000 വോട്ട് വരെ അവരുടെ അട്ടിമറിക്കുന്ന സാഹചര്യം വളരെ കൃത്യമായി അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഇതിനകത്ത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, സന്ദീപ് വാര്യർ ഒരു കേഡർ BJP കാരനല്ല. അല്ല, പിന്നെ വന്നു കയറിയ ആളാണ്. RS കൂടെ ആണെന്ന് സംശയമുണ്ട്. അല്ല, അതല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, കേഡർ BJP കാരുടെ സ്വഭാവമൊന്നും ഇയാൾക്കില്ല. ഇയാൾ ഒരു ക്രൗഡ് പുള്ളറാണ്. ഇയാൾ സോഷ്യൽ മീഡിയയെ ആണ് അയാൾ ആശ്രയിച്ചത്. അയാളുടെ ആരാധകരെല്ലാം സോഷ്യൽ മീഡിയ വഴിയുള്ളതാണ് അയാൾക്ക്. അതുകൊണ്ട് തന്നെ ഈ സുരേന്ദ്രൻ പറഞ്ഞ പോലെ അയാൾ പ്രാദേശിക നേതാവല്ല. BJPയിലെ കേരളത്തിൽ മുഴുവൻ അഡ്രസ്സുള്ളൊരു നേതാവാണ്. എല്ലാ ജില്ലയിലും ഉണ്ട്. നമ്മുടെ ഫേസ്ബുക്കിൽ കാണാറ്. എല്ലാ ജില്ലയിലും അദ്ദേഹത്തിന് അനുയായികളുണ്ട്. അവർ ചിത്രങ്ങളൊക്കെ അവർ പലരും ഇടാറുള്ളതാണ്. അപ്പം ഇയാളുടെ ഒരു പ്രശ്നം, ഇയാളുടെ പോക്കറ്റിൽ അണികളില്ല. ഇയാൾ ഞാൻ പറഞ്ഞു, VS അച്യുതാനന്ദന്റെ പോക്കറ്റിൽ ആരുമില്ല, പിണറായിയുടെ പോക്കറ്റിലുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ VS ജനങ്ങൾക്കിടയിലുള്ളത് ഒരു മൈക്കിന് മുമ്പ് പോയിട്ട് ഒന്ന് ശ്വാസം വിട്ട കയ്യടി ഞാൻ കേട്ടിട്ടുണ്ട്. പ്രസംഗിക്കാൻ മൈക്കിന് അങ്ങോട്ട് നിന്നിട്ട് പുള്ളി ഇങ്ങനെ ഒന്ന് ഊതും. അപ്പൊ ആരവമാണ്. ഏത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശബ്ദം കേട്ടിട്ട് ജനങ്ങൾ ആരവം മുഴുക്കാന്ന് പറയുന്നത് ആലോചിക്കേ. പുള്ളി പ്രസംഗിക്കുമ്പോഴൊക്കെയോ ഒരു വരി തന്നെ ആണ് 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 എന്നാ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആ ഒരു തരം ക്രൗഡ് അങ്ങനെ. ഉമ്മൻചാണ്ടിക്ക് രണ്ടും ഉണ്ട്. ക്രൗഡും ഉണ്ട്, ഇതുണ്ട്. മാസമാണ്, സംഘടനാ സംവിധാനമുണ്ട്. ഭയങ്കര തന്ത്രജ്ഞൻ സംഘടന അങ്ങത്തോട്ട് ഇങ്ങറ്റം വരെയും. ശരിക്കും എ ഗ്രൂപ്പ് കേഡർ പാർട്ടിയാണെന്നാണ് കോൺഗ്രസ് ഐ ഗ്രൂപ്പ് കളിയാക്കി വരുന്നത്. കൃത്യമാണത് കാര്യം. അപ്പൊ ഈ സന്ദീപ് വാര്യർക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സന്ദീപ് വാര്യരെ പിന്തുണച്ചിരുന്ന ഭൂരിപക്ഷം പേരും, ഒരു 80% 90% ആൾക്കാരും ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിക്കാരല്ല, സംഘപരിവാറുകാരുമല്ല. അവര് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, BJPക്ക് 15% വോട്ടുണ്ടെങ്കിൽ 5% ഉള്ളൂ BJPയുടെ വോട്ട്. പണ്ട് പോലെ കിട്ടിക്കൊണ്ട് 5% അതേ ഉള്ളൂ BJPയുടെ വോട്ട്. ബാക്കി 10% എന്ന് പറയുന്നത് ഈ ഭക്തരായിരിക്കും. അവർ ഹിന്ദു വിശ്വാസികളാണ്, അവർ മോദി ഭക്തരാണ്, അവർക്ക് RSSനോട് വലിയ ആദരവാണ്, അവരൊരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ, അതായത് ആക്രമിക്കുന്ന ഹിന്ദുത്വ അല്ല, ഒന്നും മെമ്പർഷിപ്പ് ഉള്ളവരല്ല, അവർക്കൊരു ഹിന്ദുത്വ അജണ്ടയുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെന്തിൽ മെമ്പർഷിപ്പ് ഉള്ളവരൊന്നും അല്ല, ഇതിനൊക്കെ അംഗീകരിക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഇഷ്ടമാണ്. നമുക്ക് മൃദു സംഖ്യകൾ, അനുഭവം മാത്രമുള്ളവരാണ്, അനുഭവമാണ്. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് നിർബന്ധമൊന്നുമില്ല BJPക്ക് വോട്ട് ചെയ്യണമെന്ന്. അവർക്ക് പക്ഷേ BJPയുടെ അവർക്ക് മറ്റ് പാർട്ടിയിലെ ഹിന്ദു നേതാക്കളോട് ഇഷ്ടമാണ്, CPMലെ ഹിന്ദു നേതാക്കളോട് അവർക്ക് ഇഷ്ടമാണ്, കോൺഗ്രസിലെ ഹിന്ദു. അപ്പം ഇത്തരത്തിലുള്ള വലിയൊരു ക്രൗഡുണ്ട്. ഈ ക്രൗഡ് അതെന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ഒരാൾക്കൂട്ടമാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമല്ല, വിശ്വാസമാണ്. അവർ തീവ്ര വിശ്വാസികളല്ല, അവർ തീവ്ര സ്പിരിച്വൽ ലൈനിലുള്ളവരാണ്. ആത്മീയ ജീവിതം അവർ ഹിന്ദു സ്പിരിച്വാലിറ്റി ഇഷ്ടപ്പെടുന്നവരാണ്. അവർ ഭഗവാന്റെ മുമ്പിൽ നിന്ന് കരയുന്നവരാണ്. ആ വലിയൊരു ഭക്തജനക്കൂട്ടമുണ്ട്. ഈ ഭക്തജനക്കൂട്ടത്തിൻ്റെ ഒരു 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 ഐക്കണായിരുന്നു വാര്യർ. അന്ന് ശബരിമല പ്രക്ഷോഭം നടക്കുമ്പോഴും എല്ലാം രംഗത്തിറങ്ങി കൂടുതൽ പേര് ഈ തരത്തിൽപ്പെട്ടവരാണ്. അവർ സുരേന്ദ്രൻ സംഘം മുതലെടുത്തതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. കാരണം ഇവർ നേതൃത്വത്തിലേക്ക് വരത്തില്ലല്ലോ, ഒരിക്കലും വരത്തില്ല. അപ്പൊ ഇത്തരക്കാര് വല്ലാതെ ഷോക്കായിപ്പോയി. ഞാനിതിൻ്റെ ഒരു ചലനം ഞാൻ കരുതിയിരുന്നത്, ഇത്തരക്കാരെ കേഡർ സ്വഭാവം ഇല്ലാത്തവരായതുകൊണ്ടും സംഘടനാ സ്വഭാവം ഇല്ലാത്തതായതുകൊണ്ടും ഇവരെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ സന്ദീപിന് കഴിഞ്ഞില്ല. അതേസമയം സന്ദീപ് അവിടെ ഇപ്പം കൃഷ്ണകുമാറാണ് BJP വിടുന്നെങ്കിൽ, കൃഷ്ണകുമാറിൻ്റെ സെറ്റപ്പിലുള്ള പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമായ ഒരുപാട് പേരുണ്ടാവും. ഇപ്പം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ ഒരു 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 ശൃംഖലയിൽപ്പെട്ട ഒരു 100 പേര് കാണും ഉണ്ട്. അവരിപ്പോൾ ഞാൻ CPM ആണെങ്കിലും കോൺഗ്രസ് ആണ് BJP ആണ് എന്നോട് കൂടുന്നവരായിരിക്കും. പക്ഷേ സന്ദീപിൻ്റെ പ്രോബ്ലം, സന്ദീപ് ഒറ്റയ്ക്കാണ്. ഇത് സമാനമായ വേറെ സംഭവം കൂടെ ഉണ്ട്. ഇപ്പോൾ വയലാർ രവി നമുക്കറിയാം, എ ഗ്രൂപ്പ് എന്ന് പണ്ട് പറഞ്ഞിരുന്നെങ്കിലും വയലാർ രവി ആയിരുന്നല്ലോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹം അവസാനം KPC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. അദ്ദേഹം AK ആന്റണിയെ പിണങ്ങുന്നു. അദ്ദേഹം AK ആന്റണിക്കെതിരെ മത്സരിക്കാൻ തയ്യാറായി ഇറങ്ങുന്നു. കാരണം അതിൻ്റെ പ്രേരണയിൽ വയലാർ രവിയെ പോലെ കേരളത്തിൽ ഇത്രയും അണികളുള്ള അല്ലെങ്കിൽ നേതാക്കൾ വളർത്തിയെടുത്ത നേതാക്കന്മാരുള്ള കോൺഗ്രസിൻ്റെ നേതാവില്ല. എല്ലാവരും കൊണ്ടുവന്ന അദ്ദേഹമാണല്ലോ പണ്ട്. അപ്പോൾ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, ഞാൻ അപ്പുറത്തോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. എല്ലാവരും ശരി എന്നെല്ലാവരും പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരിയെന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങ് പൊയ്ക്കോ എന്നുള്ളതായിരുന്നു. ഇദ്ദേഹം അവിടെ തനിച്ചായി. KPC പ്രസിഡൻ്റൊക്കെ ആയെങ്കിൽ പോലും പിന്നീട് ഈ പണ്ട് താൻ വളർത്തിക്കൊണ്ടുവന്ന വലിയൊരു വിഭാഗം വരുന്ന ആളുകൾ ഇപ്പുറത്ത് തന്നെ തുടർന്നു. അപ്പോൾ അത് KPC പ്രസിഡന്റ് ആയിട്ട് പോലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ, കാരണം സുധീരൻ, ഉമ്മൻചാണ്ടി തുടങ്ങി അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന നേതാക്കന്മാർ മുഴുവൻ എതിർ ഭാഗത്തായി പോയി.
അല്ല, അപ്പോൾ ഇവിടെ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു അന്തരീക്ഷം മൊത്തത്തിലുണ്ടായിരുന്നു. നമ്മുടെ സർവേയിലൊക്കെ നല്ല സർവേ വ്യത്യാസം 13 മുതൽ 18 വരെയായിരുന്നു നമ്മൾ ഭൂരിപക്ഷം പറഞ്ഞ്. അപ്പോൾ ആ അന്തരീക്ഷമുണ്ട്. BJP അകത്ത് കൃഷ്ണകുമാറെ തോൽപ്പിക്കാനുള്ള വികാരമുണ്ട്. സന്ദീപ് വാര്യരോട് കാട്ടിയത് അന്യായമാണെന്ന് പറഞ്ഞ് ഞാൻ ഈ മുമ്പ് പറഞ്ഞ വിഭാഗം സന്ദീപ് വാര്യരോട് കാട്ടിയ അനീതിയിൽ പ്രതിഷേധിച്ച് നിന്നവരാണ്. അവർ പ്രതികാരം വിട്ടാൻ നിൽക്കുക. അതായത് കൃഷ്ണകുമാറിൻ്റെയും ഭാര്യയുടെയും അധിനിവേശത്തിൽ എതിർക്കപ്പെടുന്ന ഒരു വിഭാഗം, സന്ദീപ് വാര്യരെ ഒതുക്കിയതിൻ്റെ പേരിൽ ശോഭാ സുരേന്ദ്രനോട് അന്യായം കാണിച്ചതിൻ്റെ പേരിൽ വിട്ടുനിൽക്കുന്നൊരു വിഭാഗം, ഇങ്ങനെ അതൃപ്തരുടെ ഒരു കൂടാരമായി BJP മുമ്പോട്ട് പോയിരുന്നു. 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം ജയിക്കുമ്പോഴാണ് സന്ദീപ് വാര്യരെ ഇവർ സർജിക്കൽ സ്ട്രൈക്കിൽ അങ്ങോട്ട് എടുക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വെറുതെ പറയുന്നതല്ല, അനുഭവം കൊണ്ട് പറയുകയാണ്. എന്നോട് ഇന്നൊക്കെ ഈ നാടിൻ്റെ നാനാഭാഗത്തുനിന്ന് ആളുകൾ പറയണത്, ഞങ്ങൾ ഇവിടെ ചില എന്നോട് വിദേശത്തൊരാൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വോട്ട് ചെയ്യാൻ വന്നേനെ, വിദേശത്തായി പോയി, ടിക്കറ്റ് കിട്ടുന്നില്ല, പറ്റത്തില്ല. ഇവിടെയുള്ള ആളുകളൊക്കെ പമ്മിൽ നിന്നവരെല്ലാം രംഗത്തിറങ്ങി. ശോഭാ സുരേന്ദ്രൻ വളരെ സജീവമാണ്. ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് മാനസികമായി ഒരു യോജിപ്പും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട്, ഒരു 1.5 ആഴ്ച ശോഭാ സുരേന്ദ്രനെ ഫോൺ വിളിച്ചപ്പോഴും കിട്ടത്തില്ല. വീട് തോറും കയറി ഇറങ്ങി വോട്ട് പിടിക്കാൻ ഞാൻ കഴിഞ്ഞ 3 ദിവസം പോയി. സന്ദീപ് പോയതിനു ശേഷം ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശോഭയും എന്നാൽ പിന്നെ കൃഷ്ണകുമാർ ജയിപ്പിച്ചിട്ട് ബാക്കി രീതിയിലേക്ക് മാറിയതാണ് തോന്നുന്നു. മാത്രമല്ല ഇദ്ദേഹം സന്ദീപ് വാര്യർ മോദിയെ വിമർശിച്ചത് വലിയ തോതിലുള്ള, അതാണ് രണ്ടാമത്തെ. അതായത് ഒരു വശത്ത് സന്ദീപ് വാര്യർ പെട്ടെന്ന് കോൺഗ്രസിലേക്ക് പോവുകയും ഈ ഒരു നിലപാടെടുക്കുകയും ചെയ്തു. രണ്ടാമത് മോദിയെ വിമർശിച്ചു. ഈ മോദിയെ വിമർശിച്ചത് സന്ദീപ് വാര്യരുടെ വിശ്വാസ്യത ഒറ്റയടിക്കങ്ങ് പോയി. കാരണം സന്ദീപ് വാര്യർ ഇപ്പം മറ്റേ ചാമക്കാലമായിട്ടുള്ള ഗുസ്തിയൊക്കെ നമ്മൾ കണ്ടത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പം സന്ദീപ് വാര്യർക്ക് ഒരു കാരണവശാലും ബാക്കി ഇപ്പം BJP വിമർശിച്ചു, സുരേന്ദ്രനെ വിമർശിച്ചോട്ടെ, അല്ലെങ്കിൽ കേരള BJP വിമർശിച്ചു, പക്ഷെ മോദിയെ കയറി വിമർശിക്കുക, ഇതേ ഒരു BJP-കാരനും അല്ലാത്ത ഞാൻ തുടർച്ചയായിട്ട് മോദിയെ വിമർശിച്ച ആളുകൾ ചീത്ത വിളിക്കും. നമ്മളെ വീഡിയോയിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ സുരേന്ദ്രനെ വിമർശിച്ചാലോ BJP വിമർശിച്ചാലോ ആർക്കും വിഷമമില്ല. അപ്പോൾ ഈ മോദി ഭക്തിയിൽ രൂപം കൊണ്ട ഒരു ഫാൻ ബേസ് ആയിരുന്നു സന്ദീപ് വാര്യരുടെ. മോദിയെ എന്ത് പറഞ്ഞ ഭിന്നിപ്പിക്കുന്ന അതിൻ്റെ ആളാണെന്ന് പറഞ്ഞു. അവിടെ അത് മാത്രമല്ല, കോൺഗ്രസ്സുകാർ മറ്റൊരു പണി കൂടി ചെയ്തു, പാണക്കാടേക്ക് വിട്ടു, നേരെ വിട്ടു. അതും യഥാർത്ഥത്തിൽ ഇവരെ ഏകോപിപ്പിക്കാൻ ഈ എന്താ പറയണേ, ഈ അതൃപ്തന്മാരെ അതായത് ഈ സന്ദീപ് ഫാൻസിനെ സന്ദീപിനെതിരായി കൃഷ്ണകുമാർ അനുകൂലമായി ഏകോപിപ്പിക്കും. ഒരുപാട് പുകഴ്ത്തുകയും ചെയ്തു. ഒരുപാട് പുകഴ്ത്തി മാത്രമല്ല, അടിയിലെ കമന്റൊക്കെ കണ്ട് ചിരിച്ചും സന്ദീപ് ഒരു ഉടുപ്പൊക്കെ ഒരു ആശുപത്രി കിടക്കൽ ഇങ്ങനെ കണ്ടായിരുന്നു, ഒരു വെള്ളത്തുണി വിരിച്ച് കിടക്കുന്ന എന്താ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു. വേറെ ഒരു ചോദ്യം ചോദിച്ചു സമൂഹ മാധ്യമങ്ങളിൽ, ഇയാൾ എന്തുകൊണ്ട് P. J. ജോസഫിനെ പോയി കണ്ടില്ല എന്നുള്ളത്. ആരെ കണ്ടില്ല? P. J. ജോസഫിനെ. എന്ത് പ്രശ്നം? അതും അങ്ങനെ എന്തായാലും കേരള കോൺഗ്രസ് നമ്മുടെ അടിസ്ഥാന ക്രിസ്ത്യാനികളുടെ പ്രസ്ഥാനമാണല്ലോ. പാണക്കാട് തങ്ങളെ പോയി കണ്ടെങ്കിൽ അടുത്ത് ജോസഫിനെ കൂടെ പോയി കാണുമായിരുന്നു. അവിടെ വോട്ടില്ലല്ലോ. ഇല്ല, അല്ല പറയാണ്. എന്നാലും ഞങ്ങൾ ക്രൈസ്തവ പ്രതിനിധി ഇല്ലെന്ന് വരെ ക്രിസ്ത്യനാണെന്ന് പറഞ്ഞു അദ്ദേഹം ഇട്ടേക്ക്. പക്ഷെ ചിലർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സുകുമാരൻ നായരെയും കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം സമുദായ നേതാവ് നിലയിൽ അല്ല, രാഷ്ട്രീയ നേതാവ് നിലയിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു കാര്യം വളരെ കൃത്യമാണ്, ഒരു 10,000 വോട്ട് BJPക്ക് നഷ്ടപ്പെടാമായിരുന്ന ഒരു 10,000 വോട്ട് തിരികെ വരും. അത് ഈ തെരഞ്ഞെടുപ്പിനെ വലിയ ചൂടാക്കും. പക്ഷേ എന്നിരുന്നാലും BJPയുടെ ഒരു ഇൻറ്റേർണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗം ഇവിടെ പ്രശ്നം വെച്ചാൽ, ഈ കൃഷ്ണകുമാർ ജയിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് പലർക്കും അപകടമാണ്. ഒന്ന്, പാലക്കാട് BJP പ്രവർത്തകർക്ക് പിടിച്ചു, മറ്റേ ഈ വിമത നേതാക്കളെ വെച്ചാൽ ഭൂരിപക്ഷം പേർക്കും ഈ കൃഷ്ണകുമാറിൻ്റെയും ഭാര്യയുടെയും നിയന്ത്രണത്തെ അവരോട് തീരുവാദമാണ്, അവർ തീർക്കും. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചാലും കൃഷ്ണകുമാർ തോൽപ്പിക്കണം ഒരു വശത്ത്. മറുവശത്ത് കൃഷ്ണകുമാർ ജയിച്ചാൽ പിന്നെ കേരള BJP തന്നെ കൃഷ്ണകുമാർ വിഴുങ്ങും. അത് മുരളീധരൻ പോലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരള BJPയുടെ ഒരു ഏക MLA ആവുമല്ലേ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ, അവരിതിൽ നിർണായകമാവാൻ സാധ്യതയുണ്ട്. അവരെ ഈ മോദി വിമർശിച്ചു, അതല്ലെങ്കിൽ പിന്നെ മാരുടെ നിലപാട് മാറ്റിയെന്നുള്ളതിൽ ദുഃഖമുള്ള ഒരു വലിയ വിഭാഗം ഈ നേരത്തെ വന്നിക്കുമെന്ന് പറഞ്ഞു, അവരുടെ വോട്ട് നിർണായകം. അല്ല, അത് ഞാൻ പറഞ്ഞത് അത് ഈ സർജിക്കൽ സ്ട്രൈക്ക് അക്ഷരാർത്ഥത്തിൽ പാളി. ഈ അക്ഷരാർത്ഥത്തിൽ പാളി എന്ന് പറഞ്ഞാൽ ഒരു 18,000 വോട്ട് വരെ ഭൂരിപക്ഷത്തിൽ ഉറപ്പായിട്ട് ജയിക്കാമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചാൽ
വലിയ മത്സരത്തിലേക്ക് മാറും. ജയിച്ചാൽ അത് 10,000 വോട്ടിന് താഴേക്ക് ഭൂരിപക്ഷം മാറുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞു. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ജയസാധ്യത. കാരണം ആ ജയസാധ്യത പോലും BJP ഒരുമിച്ചായിരുന്നെങ്കിൽ, അവർ ഒറ്റ മനസ്സായിട്ടായിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നു. ഇപ്പോഴും അകത്ത് വിമത പ്രശ്നങ്ങളുണ്ട്, കോൺഗ്രസിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും ഉണ്ട്. കോൺഗ്രസിലെ DCC പ്രസിഡന്റ് ആയിരിക്കുന്ന തങ്കപ്പൻ, അയാളാണ് DCC തങ്കപ്പൻ അല്ല, ശ്രീകണ്ഠനല്ല. അല്ല, അത് അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർ DCC ചുമതലയാണ്, സ്ഥലം MP അങ്ങനെ ഉള്ളൂ. അതെ അതെ അതെ. ഓ, അത് ശരി. തങ്കപ്പൻ ആളാണ്, നേതാവാണ് അവിടുത്തെ DCC പ്രസിഡന്റ്. ഓക്കെ. പാലക്കാട്. അപ്പോൾ ഈ ശ്രീകണ്ഠൻ, VK ശ്രീകണ്ഠൻ അതായത് KPCC ഇപ്പം ജയന്ത് അടക്കമുള്ളവർ, അതായത് സുധാകരൻ, ജയന്ത് അടക്കമുള്ള മറ്റേ കോഴിക്കോട് എല്ലാവരെയും ഉൾപ്പെടുത്തി നന്നായി വർക്ക് ചെയ്തു, നല്ല കൃത്യമായി വർക്ക് ചെയ്തു. പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാടെടുത്തു. പക്ഷേ ശ്രീകണ്ഠൻ ഒരു MP എന്ന നിലയിൽ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു 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 എന്താ പറയുക, എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഒരു സജീവ സാന്നിധ്യം ആയിരുന്നില്ല. ആരാണ് പറഞ്ഞു കേട്ടത് എനിക്ക് ഉറപ്പില്ല. പുള്ളിക്കാരൻ ഈ തൃശ്ശൂരിൻ്റെ ചുമതലയൊക്കെ ഏറ്റുപോയതുപോലും വാസ്തവത്തിൽ തൃശ്ശൂരിലേക്ക് പോകാൻ പാടില്ല. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുവാന്ന് അറിയാമല്ലോ. മുൻകൂട്ടി വേറൊരാളെ കണ്ടുപിടിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. തൃശ്ശൂർ DC പ്രസിഡന്റ് കണ്ടുപിടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് കോൺഗ്രസിന്. അവിടേക്ക് പോയത് പോലും വാസ്തവത്തിൽ പുള്ളിയുടെ ഭാര്യയെ കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. പ്രൊഫസർ K. തുളസി ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ചേലക്കരയിലെ അല്ല, ഞാൻ ശ്രീകണ്ഠന്റെ ഭാര്യ. അതെ, K. തുളസി അവർ നേരത്തെ മത്സരിച്ചിട്ടുണ്ട് ഒരിക്കൽ. അവരാണ് ശ്രീകണ്ഠന്റെ ഭാര്യ. അതെ അതെ, ചേലക്കര മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാ പിന്നെ അതായിരിക്കും, ചേലക്കര ആയിരിക്കും, പാലക്കാടായിരിക്കും ചിലപ്പോൾ. അതിന് സാധ്യത കളയാൻ പറ്റില്ല. ചേലക്കര നിർത്തുന്ന കാര്യം, ചേലക്കര തോക്കുന്ന സീറ്റില്ലേ അവരെ സംബന്ധിച്ചിടത്തോളം. അത് ശരിയാണ്. അതെ അതെ. അപ്പം ആ തുളസിയാണ് ശ്രീകണ്ഠന്റെ ഭാര്യ. തുളസി ശരി. വനിതാ കമ്മീഷൻ പ്രമുഖ നേതാവാണ് വനിത. അവരാണ് പ്രദീപിനോട് 16 വോട്ടിന് തോറ്റത്. അതെ, അത് കൊള്ളാം. അപ്പം ഈ എന്നോട് ഒരു കോൺഗ്രസിലെ ഒരു നേതാവ് പറഞ്ഞത് ഈ ശ്രീകണ്ഠന്റെ ഭാര്യ എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഭാര്യ ആരും ശ്രദ്ധിക്കാൻ പോയില്ല. ശ്രീകണ്ഠന്റെ ഭാര്യയെ കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടായിരുന്നു. നേതാവ് അല്ലാത്തൊരു ഭാര്യയാണെന്ന് കരുതി, ഞാൻ അങ്ങനെ കരുതിയത്. അപ്പം ഈ അങ്ങനത്തെ പ്രശ്നം കോൺഗ്രസിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സർജിക്കൽ സ്ട്രൈക്ക് പാളി എന്നുള്ള. അതേസമയം സന്ദീപ് വാര്യരുമായി ചർച്ചകൾ നടത്തി. സന്ദീപ് അതെല്ലാം നല്ല നീക്കമൊക്കെ കറക്റ്റായിരുന്നു. കേരളത്തിൻ്റെ പുറത്താണ് അവർ ചർച്ച നടത്തിയത്. മാധ്യമങ്ങൾ അറിയാതെ എല്ലാം വെച്ചു എല്ലാം നടന്നു. അതെല്ലാം നല്ലതായിരുന്നു. മാധ്യമങ്ങളുടെ വലിയ പിന്തുണ കിട്ടി, വളരെ ശക്തമായ പിന്തുണ മാധ്യമങ്ങളുടെ കിട്ടി. പക്ഷെ അവരപ്പം ഈ സന്ദീപ് വാര്യരെ അത്യാവശ്യം ചില വെടിയൊക്കെ പൊട്ടിച്ച് അവിടെ നിർത്തണമായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്താൽ മതിയല്ലോ. അല്ല, മാത്രമല്ല ഇപ്പം ഈ പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ CPM നടത്തിയ എല്ലാ പരിപാടികളും പൊളിഞ്ഞിരിക്കുന്ന സമയം കൂടായിരുന്നു ഇപ്പോൾ. ആ പാതിരാ റൈഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടാക്കിയ മികവ് ചെറുതൊന്നുമല്ല. ഭയങ്കര മിടുക്കനായ സ്ഥാനാർത്ഥിയാണ് തെളിയിച്ചു. പിന്നെ ഷാഫിയുടെ ഏകാധിപത്യത്തോട് എതിർപ്പുള്ള കുറച്ച് ആളുകളുണ്ട്. ഷാഫിയാണ് മറ്റാരും അടുപ്പിക്കുന്നില്ല എന്നുള്ള പ്രശ്നം. അല്ലാതെ എല്ലായിടത്തും ഉണ്ടാവും. മാത്രമല്ല ആദ്യം ഈ കോൺഗ്രസിൻ്റെ മറ്റേ മുരളീധരനെ സ്ഥാനാർത്ഥി ആക്കണമെന്നുള്ള ആ കത്ത് പുറത്ത് വന്നു എന്നുള്ള വിഷയം എല്ലാം പരിഹരിച്ചു. കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എക്കാലത്ത് എന്നും അവിടെ ഒരു കാര്യത്തിൽ ഞാൻ പറയാതിരിക്കുന്നില്ല. അവർക്ക് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. ആ കാര്യത്തിൽ നമുക്കൊരു സംശയമുണ്ട്. കാരണം ആ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പാളിച്ചാൻ പറ്റിയിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥി വൈബ്രന്റ് ആണല്ലോ, നല്ലൊരു വൈബ്രന്റ് ആണ്, ജനങ്ങളുടെ സ്വാധീനിക്കുന്ന കഴിവുണ്ട്, ഷാഫിയുടെ പിന്തുണയുണ്ട്. മറ്റേ പൊട്ടനെങ്ങാനും ആക്കിയായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഉളുപ്പുണ്ടോ പത്രക്കാരുടെ ബഹളം. അതിന്റെ ഭാര്യ ഉണ്ട്, അവർ നല്ല പക്വതയോട് പെരുമാറിയാണ്. അവരെന്നേറ്റങ്ങ് പോയി. എങ്കിലും അവർ പറയുന്നുണ്ട് അത് അവർ ഭംഗിയായി അവരെ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അവരെ ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. അവരെൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അപ്പം ഞാൻ അവരെ വളരെ ബഹുമാനത്തോടെയാണ്, അവർ പക്വതയോടെയാണ് സംസാരിക്കുന്നത്. അവർക്കൊരു നിലപാടുണ്ട്. അതേസമയം അമിതമായ ഫെമിനിസമോ അമിതമായ ആവേശമോ ഒന്നുമില്ല. ആ പക്വത ഈ സരിനില്ല. അപ്പോൾ അവരെ പത്രസമ്മേളനം നടത്തിയത് പോലും പെട്ടെന്ന് അവരുടെ കുറ്റാരോപിതയെ, അതായത് അവരുടെ വീടല്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും പത്രസമ്മേളനം നടത്തി. പക്ഷെ ഇയാളത് കുളവാക്കുന്ന അവർക്ക് മനസ്സിലായി. അവരിങ്ങനെ പറയുന്നുണ്ട്, നിർത്ത് പറയുന്നുണ്ട്. അവരെ സംസാരിക്കാൻ ഇദ്ദേഹം സമ്മതിക്കുന്നില്ല. ഇദ്ദേഹം ഏകപക്ഷീയമായ വികാരം കൊണ്ട് ബഹളം വയ്ക്കുകയാണ്. എന്നിട്ട് അവരോട് ഉളുപ്പുണ്ടോ നാണമുണ്ടോ മാനമുണ്ടോ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് തൊട്ടടത്തെല്ലാം കൂടെ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ സർജിക്കൽ സ്ട്രൈക്കിന് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് സർജിക്കൽ സ്ട്രൈക്കിന് CPMൻ്റെ വോട്ട് പിന്നെയും കുറയും. അതായത് നേരിട്ടുള്ള മത്സരമായി മാറി BJPയും കോൺഗ്രസും തമ്മിൽ. അപ്പം ഈ കുറച്ച് പേരെങ്കിലും സരിന് കൊടുത്തേക്കാന്ന് ചിന്തിക്കുന്നവരൊന്നും കൊടുക്കത്തില്ല. അതായത് ഒരു പക്ഷേ പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും മോശം പെർഫോമൻസ്
ഈ വർഷം കഴിഞ്ഞ 2 തവണ 3-ാം സ്ഥാനത്തായിരുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ വോട്ട് പുറകോട്ട് പോകും. കാരണം സരിൻ്റെ കോമാളി വേഷം. ഞാൻ പറഞ്ഞത് നമ്മുടെ തൃക്കാക്കര തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, ഡോക്ടർ. കാര്യം എൻ്റെ ഒരു ബന്ധുവാണ്. ഓ, അത് ബന്ധുവാണല്ലേ? എൻ്റെ പെങ്ങടെ, എൻ്റെ സ്വന്തം പെങ്ങടെ ഭർത്താവിൻ്റെ ഫസ്റ്റ് കസിനാണ്. അതായത് എൻ്റെ അളിയൻ്റെ ഫസ്റ്റ് കസിൻ. അവർ ഒരുമിച്ച് അവർ പഠിക്കുന്നവരാണ്. എന്നോട് ഇപ്പോഴും പണം. കാരണം ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പം എനിക്കറിയത്തില്ല നീ കണക്ഷൻ. അവൻ നമ്മൾ കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ ട്രോൾ അടിച്ചു കൊടുത്തോണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു തെറ്റ് എൻ്റെ ഭാഗത്ത് പറ്റി. അതാണ് പറ്റിപ്പോയത്. ഇയാൾ എയിംസിൽ നിന്ന് പഠിച്ചതായിരുന്നു, ഡൽഹിയിലെ. അപ്പം കേരളത്തിൻ്റെ പുറത്ത് MBBS നേടുമ്പോൾ ഞാൻ ഒന്ന് വല്ല പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലായിരിക്കും, സ്വകാര്യ മെഡിക്കൽ കോളേജ് പഠിച്ചവനാണെന്ന്. അപ്പം ഞാൻ സ്വകാര്യ മെഡിക്കൽ കോളേജ് പഠിച്ചു പറഞ്ഞു. അവർക്ക് ഭയങ്കര പടക്കം. അളിയൻ ഇപ്പോഴും എന്നെ കാണുമ്പോൾ ബഹുപൂർപ്പിക്കും. അളിയൻ്റെ ചേട്ടൻ KSBയിൽ ഒരു ഓഫീസറായിരുന്നു. എന്നോട് വലിയ സ്നേഹമായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ പാവപ്പെട്ട മനുഷ്യനാണ്. അയാൾക്ക് പക്ഷെ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ഇല്ലാത്ത ഒരു പാവ മനുഷ്യൻ. നല്ല ഡോക്ടറായിരുന്നു പറഞ്ഞു. ആ മനുഷ്യൻ കാണിച്ച പോലുള്ള പരിപാടികളൊക്കെയാണ് എന്തൊക്കെ വിവരക്കേടുകളാണ് വിളിച്ചു പറയുന്നത്, എന്തൊക്കെ അബദ്ധങ്ങളാണ്. ആ പടം എന്താ പറയുക, ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലുള്ള ഓരോ കളികളല്ലേ. ഇയാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്. ഇയാളുടെ ഇയാൾ ഈ കോഫി വിത്ത് സരിൻ പറഞ്ഞ സാധനം കണ്ടു. പിള്ളേരുടെ കൊടുത്തിരുന്നുണ്ട്. പിള്ളേർ തന്നെ ഇയാൾ എന്ത് പൊട്ടത്തറ പറയുന്ന ഓർത്തോണ്ട് മിഴിച്ചിരിക്കുകയാണ്. ഇയാൾ എന്തൊക്കെയോ ഇങ്ങനെ ഈ പറയുന്ന നമ്മുടെ നിത്യാനന്ദ സ്വാമിയില്ല, അല്ല ഏത് സ്വാമിയാ, ഹിമാലയയിൽ രാജ്യം സ്ഥാപിച്ചിരിക്കുന്നത്, പുതിയ രാജ്യം ഉണ്ടാക്കി ആ കക്ഷി പറയാത്തില്ലേ എന്തൊക്കെയോ സാധനം പറയും. ഈ രീതിയിൽ ഇയാൾ ഇത് പറയാണ്. പിള്ളേരിങ്ങനെ അന്തിച്ചിരിക്കുക. ഇയാൾ എന്തൊക്കെയാ CPM-കാർക്ക് മനസ്സിലായി രക്ഷയില്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. പിണറായി വിജയൻ കൈ പൊക്കുന്നതൊക്കെ മടിച്ചായിരുന്നില്ല, പണം കണ്ടായിരുന്നു. കൈ പിടിച്ചിട്ട് ഇയാൾ ആവേശത്തോടെ പൊക്കാൻ നോക്കുന്നുണ്ട്, പുള്ളിക്കാൻ കൂടി പിടിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞേ, ഈ സർജിക്കൽ സ്ട്രൈക്ക് അക്ഷരാർത്ഥത്തിൽ പാളിപ്പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. BJPയുടെ സാധ്യത, അതായത് BJPയുടെ ഭൂരിപക്ഷം ഒരു 13,000-നും 18,000-നും ഇടയിലേക്ക് കുറേ മാറിയതായിരുന്നു. അത് താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും ജയസാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്, അത് സംശയിക്കേണ്ട കാര്യത്തിൽ. പക്ഷേ ഏറ്റക്കുറച്ചിലുണ്ടാവും. നമ്മൾ ഇങ്ങനെ ഒരു പാളിച്ച, അത് ഇതിൻ്റെ പിന്നിൽ ആരാണെന്നൊന്നും എനിക്ക് പിടികിട്ടാത്തത്. ഇതാരാണ് ഈ ഇത്രയും വലിയ, കാരണം ഈ സന്ദീപ് വാര്യർ ഇത്രയും വലിയ നേതാവാണ്, ഇത്രയും വലിയ നാടകീയ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഈ സന്ദീപ് വാര്യർ കൂടി വരാനായിട്ട് അണികളൊന്നുമില്ലല്ലോ. കരുണാകരനോ മുരളീധരനോ ഒക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സന്ദീപ് വാര്യത്തിൽ ആരാണുള്ളത്? ഒരു മണ്ഡലം പ്രസിഡന്റോ ഒരു യുവമോർച്ച നേതാവ് ആരെങ്കിലും ആരുമില്ല. എത്ര MLA-മാർ കൂടെ പോയി. അതാണ്. പക്ഷെ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലാഭക്കച്ചവടമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് ജയിച്ച് കിട്ടിയാൽ, രാഹുൽ മാങ്കൂട്ടം ജയിച്ച് കിട്ടിയാൽ അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകും. സന്ദീപ് വാര്യർക്ക് ഇല്ലെങ്കിൽ പോലും സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യരുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, സ്വാഭാവികവും വളരെ എളുപ്പത്തിൽ വെക്കുന്നത് ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലത്ത് സരിൻ ആയിരുന്നല്ലോ മത്സരിച്ചത്. ആ സരിൻ്റെ ആ മണ്ഡലം നല്ല സാധ്യത. കഴിഞ്ഞ കോൺഗ്രസ് മത്സരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു, ഞാൻ പേര് വിട്ടു, അത്ര അറിയപ്പെടുന്ന ഒരാളായല്ല. സരിൻ മത്സരിച്ചില്ലേ? കോൺഗ്രസ് മത്സരിച്ച് ഒറ്റപ്പാലം, ഷൊർണൂർ വേറെ സീറ്റിലാണ്, തൊട്ടടുത്തുള്ള സീറ്റും കൂടെ ഉണ്ട്. ഒറ്റപ്പാലം സരിൻ മത്സരിച്ചു. 16 വോട്ടിനും കണ്ടാണ് അവിടെ LDF ജയിക്കുന്നത്. അപ്പം ഇത് ഇവന് സാധ്യതയുണ്ട്, ജയിക്കുകയും ചെയ്യാം, ഒരു സാധ്യത. പക്ഷേ സന്ദീപ് വാര്യർ ആഗ്രഹിക്കുന്നതൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് തൃശ്ശൂർ സന്ദീപ് വാര്യർക്ക് ഒരു ബേസ് ഉള്ളതാണ്. തൃശ്ശൂർ അസംബ്ലി സീറ്റ് അവിടെ പത്മനാഭ വേണു അവർ പോയി. അപ്പം അവിടെ ഒരു സവർണ കാൻഡിഡേറ്റ് വേണം കോൺഗ്രസ്. ധാരാളം വാര്യന്മാരുള്ള സ്ഥലമാണ് തൃശ്ശൂർ. അതാണ്. അപ്പം തൃശ്ശൂരാണ് സന്ദീപ് വാര്യർ ആഗ്രഹിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അത്രയും സാധ്യതയുള്ള സീറ്റ് വിട്ടുകൊടുക്കുക. കാരണം നേതാക്കന്മാർക്ക് ഒരു പഞ്ചവും തൃശ്ശൂരില്ല, ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ മറ്റൊരു സാധ്യത ഉള്ളത്, പാലക്കാട് ജയിച്ചാലും ജയിച്ചതിന് ശേഷം ഒരുപക്ഷെ ആറന്മുളയിലേക്ക് മാറിക്കൂടാഴിയില്ല. അങ്ങനെ പലരും പറയുന്നുണ്ട്. ഒരു അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം ആറന്മുളയ്ക്ക് മാറുകയും ആ സീറ്റ്, പാലക്കാട് സീറ്റ് ഇദ്ദേഹത്തിന് കൊടുക്കാൻ ചെയ്യും എന്നുള്ളൊരു അങ്ങനെയുണ്ട്. പക്ഷേ അത്ര സാധ്യതകളൊക്കെ ഉണ്ട്. ഒറ്റപ്പാലത്തിൻ്റെയും പാലക്കാടിൻ്റെ ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ സിറ്റിംഗ് സീറ്റ് വിട്ടു കൊടുക്കാൻ അവർ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. കോൺഗ്രസ്സുകാരല്ലേ, അല്ല രാഹുൽ വിട്ടു കൊടുക്കും. രാഹുൽ വേറെ അവിടുത്തെ കോൺഗ്രസ്സുകാർ, രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ എവിടെയെങ്കിലും തൽക്കാലം സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയ ആളാണ്. അല്ല, മാത്രമല്ല ആറന്മുളയിൽ വീണ ജോർജിനെയോ അല്ലെങ്കിൽ അവിടെ വരുന്ന LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലും നല്ലൊരു സ്ഥാനാർത്ഥി വരാൻ കിട്ടത്തില്ല.
അപ്പോൾ രാഹുൽ നല്ല സ്വന്തം നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കറങ്ങി വന്നല്ലോ, തിരിച്ച് കോട്ടയത്ത് വന്നില്ല. കോട്ടയത്ത് അടൂരെന്ന് വിട്ട് പുള്ളി നേരെ കോട്ടയത്തെത്തിയില്ലേ? കോട്ടയത്ത് പുള്ളി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സംവാദം അവസാനിപ്പിച്ചാൽ ഈ സർജിക്കൽ സ്ട്രൈക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് വളരെയധികം സാധ്യതയോടുകൂടി കോൺഗ്രസ് മുമ്പോട്ട് പോകുമ്പോൾ കംഫർട്ടബിൾ മജോറിറ്റിയിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നടത്തി ഇത് അവിടെ BJP പക്ഷത്തെ ഏകോപിപ്പിക്കുന്നതിനും അവിടുത്തെ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും അവർക്ക് കൂടുതൽ വോട്ട് നേടുന്നതിനും ഒരു കാരണമായി മാറിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ വിഭാഗം ജനങ്ങളും എല്ലാവരും അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അതായത് BJP ജയിക്കുമെന്നല്ല എങ്കിൽ പോലും മത്സരം കൂടുതൽ കടുപ്പിക്കാനും അത് BJPയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമായി സന്ദീപ് വാര്യർ. മാത്രമല്ല CPM അപ്രസക്തവുമായി ഈ മത്സരത്തിൽ. എന്തായാലും ഇപ്പോഴും വിജയ സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ വലിയ കടുത്ത മത്സരം കൊടുക്കാൻ BJPയുടെ ചിതറി നിന്നിരുന്ന വോട്ടുകളെല്ലാം കൃഷ്ണകുമാറിന് അനുകൂലമായി ഏകോപിപ്പിക്കാൻ ഈ ഒരു സന്ദീപ് വാര്യരുടെ നീക്കം സഹായിച്ചു BJPയെ. എന്തായാലും മത്സരം കടുത്തിരിക്കുന്നു. ചേലക്കരയിൽ വിജയസാധ്യത കൂടുതലാക്കിയിരിക്കുന്നു രമ്യ ഹരിദാസ്. വയനാട് അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയേക്കാൾ കുറവായിരിക്കും. പാലക്കാടും ഇപ്പോഴും മുൻതൂക്കം രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 3 ദിവസം മുമ്പ്, അതായത് സന്ദീപ് വാര്യർ BJPയിലേക്ക് വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നതിന് മുമ്പുള്ളതിനേക്കാൾ സാധ്യത കുറഞ്ഞിരിക്കുന്നു. നന്ദി, നമസ്കാരം.